Hi everyone, welcome to Madras Boys. After long 15 years, മോഹൻലാലും ശോഭനയും ഒന്നിച്ച് അഭിനയിക്കുന്ന പടമാണ് തുടരും. ജനറലി ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു തോട്ട് വരും. സോ എനിക്കൊന്ന് തോട്ട് എന്താ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഒരു കാർ ഡ്രൈവർ തൻ്റെ കാറിനെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ കുറച്ച് പ്രശ്നം കാരണം പോലീസ് ആ കാർ കസ്റ്റഡിയിലെടുക്കുന്നു. പിന്നെ ആ കാർ എങ്ങനെ തിരിച്ച് പുറത്തെടുക്കുന്നു എന്നുള്ളതാണ് ഒരു കഥ എന്ന് ആദ്യം കാണുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഇടയ്ക്ക് ഒരു 1-2 സീൻ ആഡ് ചെയ്തിരിക്കും ട്രെയിലറിൽ. ആ മഴയത്ത് നിൽക്കുന്നതും പിന്നെ കുറച്ച് തയ്യൊക്കെ കാണിച്ചിരിക്കും. സോ അവിടെ വന്ന് ഓക്കെ ഇത് ജസ്റ്റ് ഒരു നോർമൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് മൂവി അല്ല, അതിനേക്കാളും കുറച്ചുകൂടെ എന്തോ ഉണ്ട് എന്ന് നമുക്കൊരു ഫീൽ ഉണ്ടാവും. പക്ഷെ പടം കാണുമ്പോൾ മനസ്സിലാവും ഇത് ലൈറ്റ് ഹാർട്ട് മൂവിയേ അല്ല, ഇറ്റ്സ് എ ഹാർഡ് ഹിറ്റിംഗ് മൂവി. കുറേ കാലങ്ങൾക്ക് ശേഷം മോഹൻലാൽ നമ്മൾ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു പരിമാണത്തിൽ കണ്ടു എന്ന് പറയാം. 90s ഇറങ്ങിയ കാലഘട്ടത്തിൽ ഇറങ്ങിയ പടം നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ചിത്രം, പിന്നെ മിന്നാരം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര കോമഡി ആയിരിക്കും, സെക്കൻഡ് ഹാഫ് ഭയങ്കര സീരിയസ് ആയിരിക്കും. സോ അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആണ് എന്നാണ് ആദ്യം എനിക്ക് തോന്നിയത്. ബട്ട് ഈ പടം അങ്ങനെയല്ല. സോ സ്റ്റാർട്ടിംഗ് ഒക്കെ കുറച്ച് ഫാമിലി ഡ്രാമ, കുറച്ച് എന്താ പറയുക ചെറിയ ചെറിയ സന്തോഷങ്ങളും ചെറിയ ചെറിയ പിണക്കങ്ങളും വെച്ച് പടം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ദെൻ ഇറ്റ് വിൽ ടേക്ക് എ ടേൺ. പിന്നെ അവിടെ നിന്ന് വളവും തിരിയും എന്ന് പറഞ്ഞ് പടം എവിടേക്കോ പോയി, എവിടെയോ തുടങ്ങി എവിടെയോ തിരിഞ്ഞ് എവിടേക്കോ പോയി അവസാനിച്ചു. പക്ഷേ ആ ജേർണി എന്ന് പറയുന്നത് നമ്മളത് കുറേ ചോദ്യങ്ങളുണ്ടാക്കും. മേ ബി നമ്മൾ ചില സീൻസ് ഗസ് ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം നമ്മുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യും. ഒരു ഘട്ടത്തിൽ നമുക്ക് തോന്നും ഇതിനെങ്ങനെ കൊണ്ടുപോയി തീർക്കും, ഈ പടം ഇവരെങ്ങനെ അവസാനിപ്പിക്കും. കാര്യം നമുക്ക് എന്താണ് പടം എന്നുള്ളത് ഒരു പോർഷനിൽ മനസ്സിലാവും. അതിനുശേഷം ഈ പടം എങ്ങനെ കൊണ്ടുപോയി തീർക്കാൻ പോകുന്നു എന്നാണ് എല്ലാവർക്കും ഉള്ള ചല. വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കുറേ അവിടെ കുറേ എന്താ പറയുക ഹിഡൻ ഡീറ്റെയിൽസും കുറേ കാര്യങ്ങളൊക്കെ പടത്തിൽ കാണിച്ചിട്ടുണ്ടാവും. പക്ഷേ എന്തായാലും കാണുമ്പോൾ മനസ്സിലാവത്തില്ല. ടുവേർഡ്സ് എൻഡ് അത് കാണുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ആദ്യം കുറച്ച് മിസ് ചെയ്താലും അവസാനം എന്തായാലും കാണണം. ഒരു ഫാൻ ബോയ് മൊമെൻറ്റ് ടുവേർഡ്സ് എൻഡാണ്. ചെറുതായിട്ട് ആടുതോമ നമ്മുടെ മുമ്പേ പോയി വന്ന പോലെ നമുക്ക് തോന്നും. നമ്മളറിയാതെ ക്ലാപ്പ് അടിക്കുന്ന കുറേ സീൻസ് ടുവേർഡ്സ് എൻഡുണ്ട്. സോ അത് മാത്രം മിസ് ചെയ്യരുത്. എല്ലാ പടത്തിലെ പോലും ഈ പടത്തിലും മോഹൻലാലിൻ്റെ കണ്ണുകൾ കുറേ സംസാരിച്ചിട്ടുണ്ട്. ഒരു ഷോട്ടുണ്ട്, പുള്ളി ഇങ്ങനെ ജീപ്പിലിരുന്നിട്ട് ഓപ്പോസിറ്റിൽ നിന്നിങ്ങനെ സംസാരിക്കുന്ന രംഗം ഉണ്ടാവും. ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾ കുറേ സംസാരിക്കും, പുള്ളി ഒന്നും മിണ്ടത്തില്ല. ജസ്റ്റ് ഒരു കണ്ണിനൊരു ക്ലോസപ്പ് മാത്രം വെച്ച് ആ ജീപ്പ് അങ്ങനെ പയ്യെ പോവും. അതോടെ ആ സീൻ തീരും. പക്ഷേ പറയാതെ കുറേ കാര്യങ്ങൾ ആ സീനിൽ കൺവേ ആവും. സോ ഈ പടത്തിൽ ആസ് യൂഷ്വൽ പുള്ളിയുടെ കണ്ണുകൾ കുറേ അഭിനയിച്ചിട്ടുണ്ട്. സോ ഈ മൂവിയിൽ പറയാതിരിക്കാൻ പറ്റില്ല, ആ ആൻറ്റഗണിസ്റ്റ് റോൾ ചെയ്തത് ഭയങ്കര സൂപ്പറായിരുന്നു. ഒരു നെഗറ്റീവ് കഥാപാത്രത്തിന് അത്രയും ഇൻറ്റൻസീവായി അത്രയും ദൂരം ഒരു ക്രൂരനെ പോലെ കാണിച്ചാലേ അത്രയും വലിയൊരു ആൻറ്റഗണിസ്റ്റായിട്ട് നമ്മൾ കാണിക്കുമ്പോഴായിരിക്കും പ്രൊട്ടഗണിസ്റ്റ് അതിനേക്കാളും വലുതാവുന്നത്. അയാളെ അടിച്ചമർത്തി പ്രൊട്ടഗണിസ്റ്റ് വലുതാകുമ്പോഴാണ് ആ ഒരു സൂപ്പർ ഹീറോ ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ സൂപ്പർ ഹീറോ ഇൻ സെൻസ് അവഞ്ചേഴ്സ് പോലെയല്ല, ആ ഒരു ക്യാരക്ടർ സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്നൊരു ഘട്ടം വരത്തില്ലേ, അത് നമുക്ക് ഫീൽ ആവുന്നു. സോ അങ്ങനത്തെ കുറേ സീൻസും കുറേ മൊമെൻറ്റ്സും നമ്മളറിയാതെ ക്ലാപ്പ് ചെയ്യുന്ന കുറേ രംഗങ്ങളും ഈ മൂവിയിലുണ്ട്. സോ തുടരും, എന്തായാലും തുടരും, യാതൊരു ഡൗട്ടും ഇല്ല. ഒറ്റ വരിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഈസ് ബാക്ക്. ലെറ്റ്സ് ഗോ വാച്ച് ആൻഡ് എൻജോയ്. സ്റ്റേ ട്യൂൺഡ് വിത്ത് മെഡ്രാസ് ബോയ്സ്.